ഹായ്, എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പയ്യൻ, മേ ബി അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കാം. അപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങളെ പിന്തുടരണം, മീൻസ് നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്നൊക്കെ പറയണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ പെൺകുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കാണാം, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, അവർ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലേ ഹാർഡ് ടു ഗെറ്റ്, അതായത് നിങ്ങളെ കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് ഹാർഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ അല്ല, മീൻസ് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കാം, കുറച്ച് ടൈമൊക്കെ എടുക്കും എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കണം എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് എന്തോ അതിനോടുള്ള നമ്മുടെ ഇഷ്ടം വളരെ പെട്ടെന്ന് തന്നെ പോകുമെന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ടിട്ട് നമ്മളൊരു സംഭവം നേടിക്കഴിഞ്ഞാൽ ആ സ്നേഹം അല്ലെങ്കിൽ ആ സംഭവത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് കുറേ കാലം നമുക്ക് അങ്ങനെ നിൽക്കും. അതായത് ആ ഒരു ഇഷ്ടം നമുക്ക് പോവില്ല എന്നുള്ളതാണ്. സോ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവർക്ക് വീണു പോകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങളോട് വലിയൊരു ഇഷ്ടമൊന്നും അധികകാലം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഹാർഡാണ്, അതായത് വളരെ സിമ്പിൾ അല്ല എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ അമിതമാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അവരോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാം. പക്ഷെ അത് ഒരുപാട് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നീട് അവർ നിങ്ങളുടെ പുറകെ വരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കാണിക്കരുത്, അമിതമാവരുത്. ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ടെന്നുള്ളത് കാണിക്കാം. അതിപ്പോൾ നിങ്ങളുടെ സംസാരത്തിലൂടെയോ നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ അവരുടെ അടുത്ത് കുറച്ച് ചാഞ്ഞ് നിൽക്കാം, മീൻസ് അവരുടെ അടുത്തേക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കാം, സംസാരിക്കുമ്പോഴൊക്കെ കണ്ണിൽ നോക്കി സംസാരിക്കാം. അപ്പം അങ്ങനെയൊക്കെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് പുറത്ത് കാണിക്കാം എന്നുള്ളതാണ്. ഒരു താല്പര്യം കാണിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും പറയുന്നു, ചെറിയ രീതിയിൽ മാത്രം കാണിക്കുക. ഒരുപാടാവാനായിട്ട്, അതായത് ഓവർ ആവാനായിട്ട് നിൽക്കരുത്, ഓവർ ആക്കാതിരിക്കാനായിട്ട് നോക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ അതിലേക്ക് പിന്നീട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഇവരെ എങ്ങനെ പിന്നാലെ കൊണ്ടുവരാം ഈ രീതിയിൽ മാത്രം ചിന്തിക്കാതിരിക്കുക, അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണോ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണോ അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം കൂടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതമാണ്. സോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനു കൂടി കുറച്ച് പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ദൗർലഭ്യ ബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് സംഭവം അത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാൻ മുൻകൈ എടുക്കുന്നില്ല, അപ്പോൾ ആ രീതിയിൽ യാതൊരു ഇൻട്രസ്റ്റും അവരുടെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് വഴികളുണ്ട്. ഇപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് പയ്യന്മാരോടൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് തോന്നും, ഞാനിപ്പോൾ പോയി ഇഷ്ടമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവള് മിക്കവാറും വേറെ ആരുടെയെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നൊക്കെ അവർക്ക് ഉറപ്പായിട്ടും തോന്നും. അപ്പം അങ്ങനെ തോന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങളോട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുകയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവരൊരു മുൻകൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടാം എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൽ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ പുറകെ വരും, അതായത് നിങ്ങളെ ചേസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് അവർ നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാലം, മീൻസ് പെട്ടെന്നൊന്നും കയറിയിട്ട് നിങ്ങൾ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞേക്കരുത്. കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് പതിയെ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.